ചിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ ചിത്രം. ഒരുപാട് പേർ ഇത്തിരി വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ചിത്രം. 44 നദികളുടെ മഹിമ പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ നമുക്ക് ഒരുപക്ഷെ ഈ ചിത്രം അത്ര പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവരുടെ സംഖ്യ ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതത്ര അനുഭവവേദ്യമായിരിക്കില്ല. എങ്കിലും ഫെബ്രുവരി മാസത്തോടുകൂടി നമ്മൾ വെള്ളത്തിൻ്റെ വറുതി പ്രയാസം പറയാറുണ്ട്. എങ്ങനെയാണ് മലയാളി വെള്ളത്തെ ഉപയോഗിക്കുന്നത്? നമ്മൾ പറയാറുണ്ട് മലയാളിക്ക് സാക്ഷരതയുണ്ടെന്ന്. എന്നാൽ ജലസാക്ഷരത നമുക്ക് വളരെ കുറവാണ്. കുളിക്കാനും കുടിക്കാനും അതിനപ്പുറത്ത് പാത്രം കഴുകാനും വസ്ത്രം അലക്കാനും ഒക്കെ വെള്ളം ലാവിഷായി ഉപയോഗിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. എൻ്റെ പറമ്പ്, എൻ്റെ കിണർ, എൻ്റെ വെള്ളം, ഞാൻ തോന്നിയതുപോലെ ഉപയോഗിക്കും എന്നൊരു ധാർഷ്ട്യം പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ കടന്നു വരാറുണ്ട്. ആരുമായി വെള്ളം പങ്കുവെക്കാത്ത, പ്രകൃതി വിഭവത്തിന് മൂല്യം കൽപ്പിക്കാത്ത നമുക്ക് പലപ്പോഴും ഈ അനുഗ്രഹത്തിൻ്റെ വില ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലാവില്ല. ഇന്ന് ലോക ജലദിനമാണ്. നമുക്കറിയാം വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമിടുന്ന ജനങ്ങൾ. ലോകത്ത് ഇനിയൊരു യുദ്ധമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജലത്തെ അമൂല്യമാണെന്ന് നമ്മൾ പലപ്പോഴും എഴുതി വെക്കാറുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിലേക്ക് ഇതുവരെ അത് ആ അർത്ഥത്തിൽ സ്പർശിച്ചിട്ടില്ല. വെള്ളത്തെ മിതമായി ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കാം. അതുവഴി ഒരു ജലസാക്ഷരത നമുക്ക് നേടാം. നമ്മുടെ കുട്ടികളെയും നമുക്കത് പഠിപ്പിക്കാം.